ഹായ്, ഞാൻ ബാബുകൽ പിള്ള, ക്വാളിറ്റി കോംസിൻ്റെ MD-യും ലൈസൻസ്ഡ് എഞ്ചിനീയറുമാണ്. ഏതൊരു വ്യക്തിയുടെയും മനോഹരമായൊരു സ്വപ്നമാണ് സ്വന്തമായൊരു വീട് എന്നുള്ളത്. ഒരു വീട് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് നാം പലതരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ ഒരു വീട് നിർമ്മാണത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നാം പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. പലപ്പോഴും നാം പലരും പറയുന്നത് കേൾക്കാറുള്ളത്, കോൺട്രാക്ടർ സത്യസന്ധത പുലർത്തിയില്ല, മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ട എഞ്ചിനീയർ നമുക്ക് വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകിയില്ല. അപ്പോൾ ഇത്തരം പരാതികൾ ഒഴിവാക്കി വ്യക്തമായ ഒരു സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി തന്നെ ഒരു വീട് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതിനായി നമുക്ക് കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വീട് നിർമ്മാണത്തിന് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നാം ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആർക്കിടെക്റ്റിനെയും എഞ്ചിനീയറെയും ഒക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നാം നമ്മുടെ കുടുംബാംഗങ്ങളുമായി എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ബഡ്ജറ്റ് എത്രത്തോളമാണ്, അതൊക്കെ ഡിസൈഡ് ചെയ്തതിന് ശേഷം ഒരു എഞ്ചിനീയറെയോ ആർക്കിടെക്റ്റിനെയോ കാണുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം. അപ്പം അങ്ങനെ നമ്മൾ അവരെ കാണുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ആ ആവശ്യങ്ങളെല്ലാം അവരെ അറിയിച്ചതിന് ശേഷം അവരുടെ ആശയങ്ങളും ഐഡിയയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് വ്യക്തമായ ഒരു പ്ലാനും ഡിസൈനും തയ്യാറാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടം നമുക്ക് പൂർത്തിയാക്കുവാൻ കഴിയും. രണ്ടാമതായി, വീട് നിർമ്മാണത്തിനായി നാം തിരഞ്ഞെടുക്കപ്പെടുന്ന ഭൂമിയെ സംബന്ധിച്ചുള്ളതാണ്. ഭൂമിയുടെ തരം ഒരു പ്രധാന പ്രശ്നമാണ്. ഇപ്പോൾ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതോ അല്ലെങ്കിൽ നിലമായിട്ട് രേഖപ്പെടുത്തിയോ ആയിട്ടുള്ള ഭൂമിയിൽ നമുക്ക് വീട് നിർമ്മിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. 2008 തണ്ണീർത്തട നെൽവയൽ നിയമപ്രകാരം നമുക്ക് വീട് നിർമ്മിക്കുന്നതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ, കുറച്ച് തടസ്സങ്ങൾ 2018 നിയമ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയതനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 10 സെന്റിലും പട്ടണപ്രദേശങ്ങളിലാണെങ്കിൽ 5 സെന്റിലും നമുക്ക് താമസ സൗകര്യത്തിനായിട്ടുള്ള വീട് നിർമ്മിക്കുന്നതിന് നേരിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാവുന്നതാണ്. അതുപോലെ വാണിജ്യ അടിസ്ഥാനത്തിൽ 40 m², 5 സെന്റിൽ നമുക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കാം. 10 സെന്റിൽ വീട് നിർമ്മിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം 120 ചതുരശ്ര മീറ്ററിൽ മാത്രമേ നമുക്ക് അത്തരം ഭൂമിയിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഏരിയ ആവശ്യമാണെങ്കിൽ ആ ഭൂമിയുടെ തരം മാറ്റിയതിന് ശേഷം നമുക്ക് നിർമ്മാണം തുടങ്ങുകയാണെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റ് വരെ, ഏകദേശം 300 m² വരെ നമുക്ക് വീട് നിർമ്മിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവുന്നില്ല. എന്നാൽ അനുമതി വാങ്ങിയതിന് ശേഷം 300-ൽ കൂടുതൽ കെട്ടിട നിർമ്മാണം നടത്തുകയാണെങ്കിൽ വീണ്ടും നമ്മൾ റവന്യൂ വകുപ്പിന് അധികമായി തുക അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി പാലിച്ച് ചെയ്യുകയാണെങ്കിൽ അനാവശ്യമായ സാമ്പത്തിക ചെലവുകൾ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അടുത്തതായി ബഡ്ജറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നാം വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബഡ്ജറ്റിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം നിർമ്മാണം തുടങ്ങുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒരു സാമ്പത്തിക അച്ചടക്കം കൃത്യമായി പാലിക്കുവാൻ കഴിയും. ഇപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവരുണ്ടാകാം, നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് വീട് നിർമ്മിക്കുന്നവരുണ്ടാകാം, ഇത് കുറച്ച് പൈസയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്യാവുന്നവരുണ്ടാകാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലോൺ എടുക്കുകയാണെങ്കിൽ കയ്യിലുള്ളത് എത്രയാണ്, ബാക്കി എത്രയാണ് നമുക്ക് ലോൺ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇൻറ്റീരിയൽ അല്ലെങ്കിൽ പുറത്ത് ഗാർഡൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേണ്ട തുക, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ നമുക്ക് കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും. അതുപോലെ ലോൺ എടുക്കുകയാണെങ്കിൽ ആദ്യം കയ്യിലുള്ള പൈസ നമ്മൾ കുറച്ച് ചെലവഴിച്ചതിന് ശേഷം ലോണിൻ്റെ തുക എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വീട് പണി പൂർത്തിയാക്കുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, വീട് വ്യക്തമായൊരു പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മറ്റു പലരുടെയും അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരിടത്ത് ചെന്നിട്ട് ഒരു വീട് കണ്ടപ്പോൾ അതിൻ്റെ മോഡലിൽ വരുന്ന മാറ്റങ്ങൾ, അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മളിവിടെ ചെയ്താൽ എന്ത് എന്ന് തോന്നി നമ്മുടെ വീട്ടിൽ നമ്മൾ ആ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇതൊക്കെ അനാവശ്യമായ പല ചെലവുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അത്തരം ചെലവുകളൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് തന്നെ എന്താണോ നമ്മുടെ പ്ലാനിലും ഡിസൈനിലും പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. അപ്പോൾ അതൊരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാൻ ഏറ്റവും വലിയൊരു ഘടകമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരു ചുരുക്കം മാത്രമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.